ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു പെട്ടെന്ന് എടുക്കാം റീഡിങ്, ചെറിയ റീഡിങ്. ഇന്നത്തെ നിങ്ങൾക്കുള്ള അഡ്വൈസ് ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ആൻഡ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ഗൈഡൻസ് എന്താ നോക്കാം നമുക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാൻ നോക്കാം. എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല, കാരണം അത് വളരെ ചെറിയ റീഡിങ് എടുക്കുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. സോ എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവണം എന്നില്ല. ഓക്കെ, എന്നാലും എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും, നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ നല്ല വേർഡാണല്ലോ. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്, സൺ. ഓക്കെ, എന്തോ മെയിനായിട്ട് ഇവിടെ ഒരു ലക്കിൻ്റെ കാര്യം എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്കൊരു ഹാർഡ് വർക്കാണ്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ഹാർഡ് വർക്കാണ്. ഓക്കെ, ബട്ട് ഇവിടെ സണ്ണും ഉണ്ട്. സോ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് എനിക്ക് റിസൾട്ടായിട്ട് നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക്, ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്ന് പറയാം. അതായത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് 6 ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഐ ഫീൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയായിരിക്കാം. എന്തെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നല്ല എന്തെങ്കിലും സക്സസ് കിട്ടാനുള്ള ഒരു സാധ്യതയായിരിക്കാം. ലക്ക് എന്തെങ്കിലും വരുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ലക്കി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവും ദാറ്റ് അതിനൊരു നല്ല റിസൾട്ട് വരും എന്നുള്ളൊരു നല്ല ഹോപ്പോടെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ആൻഡ് അത് കിട്ടും ചെയ്യും. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ ഇടുന്ന എഫേർട്ടിൽ നിന്ന് കുറച്ച് ഹാർഡ് വർക്ക് ഫീൽ ചെയ്യാം, ബട്ട് അത് നിങ്ങളുടെ കൂടെ ലക്കും എന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാർഡ് ഇതിൽ നമ്മൾ ലക്ക് എന്ന് വിളിക്കും, ഇത് ഹാർഡ് വർക്ക് എന്ന് പറയും. സോ രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് എന്തായാലും ഉണ്ടാവും. നമ്മൾ പറയില്ലേ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ചില സമയത്ത് നമ്മൾ പറയും നമ്മുടെ കൂടെ ഭാഗ്യം കൂടെ നിൽക്കണം എന്ന് പറയും. സോ ഇവിടെ അങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും സൺ കാർഡാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇന്ന് ഫീൽ ചെയ്യും. ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് തന്നെ മേ ബി നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് എന്തോ ഒരു ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് പറയില്ലേ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക, സന്തോഷമായിട്ട് ഫീൽ ചെയ്യുക. എന്തെങ്കിലും സക്സസ് വരുന്ന ഒരു നമുക്ക് അറിയാം അല്ലേ, അറിയാൻ പറ്റും നമുക്ക്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ലക്കും ഹാർഡ് വർക്കും രണ്ടും കൂടി ഒന്നിച്ച് അല്ലെ, ഹാൻഡ് ഇൻ ഹാൻഡ് ഇന്ന് പോകും നിങ്ങൾക്ക്. ഓക്കെ, എന്ത് ചെയ്താലും അതിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കും, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള തരത്തിൽ പറയാം. എന്തായാലും എഫേർട്ട് വേണം, അത് വേറെ കാര്യം. ഒന്ന് രണ്ട് കാർഡ്സ് കൂടി എടുത്തേക്കാം. വേറെന്താ കാണുന്നത്? ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് 2 പെന്റിക്കിൾസ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ജഡ്ജ്മെന്റ് ഉണ്ട്. സോ എന്തോ തീരുമാനമെടുക്കുന്നതായിട്ടുമാണ് കാണുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കും. മേ ബി 2 സിറ്റുവേഷൻ്റെ ഓക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന പോലെ കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് ആണ്, ഒരു തീരുമാനമാണ്, ഉറച്ചൊരു തീരുമാനമാണ്, ക്ലാരിറ്റിയാണ്. സണ്ണും നമുക്ക് ക്ലാരിറ്റി എന്ന രീതിക്ക് പറയാം. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ. അത് മാത്രമല്ല ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനുള്ള കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ ഐ തിങ്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യും. ജഡ്ജ്മെൻറ്റും കാണുന്നുണ്ട്. എവിടെയോ യൂണിവേഴ്സ് ഐ തിങ്ക് നിങ്ങൾക്കൊരു ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് അനുസരിച്ച് ആലോചിക്കാം. ഓക്കെ, 2 കാര്യത്തിൻ്റെ തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതിലൊന്ന് നിങ്ങൾ വെട്ടിക്കളയുന്നതായിട്ട്, അത് വളരെ എന്താ പറയുക, ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് നല്ലത്, നിങ്ങൾക്ക് എന്താ നല്ലതല്ലാത്തത്, ഐ തിങ്ക് നിങ്ങൾ നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കി തീരുമാനം എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. സോ ആ ഒരു കാര്യം കൂടി എല്ലാവർക്കും മാച്ച് ആവാം. ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലത് വേറൊരു കാര്യമായിരിക്കാം. ഒരു ജഡ്ജ്മെൻറ്റ് ഡേ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഓക്കെ, ആൻഡ് പക്ഷെ അതിനൊപ്പം മേ ബി ആ ചിലത് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ വേറെ നിങ്ങൾക്ക് നല്ലത് വരും ചെയ്യും. ഇവിടെ എന്തായാലും ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട്. മേ ബി ചിലപ്പോൾ 2 ജോലി, ഓക്കെ, ചിലപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. സോ അതിൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കാം. സോ ഇവിടെ ആ കൺഫ്യൂഷൻ സമയത്ത് മേ ബി നിങ്ങളൊരു യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ നിങ്ങൾക്ക് എന്താ വേണ്ടത് കറക്റ്റായിട്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ അവനവനോട് ചോദിക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്താ നിങ്ങളുടെ നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് എന്താണ്, അതിനെ ചൂസ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ കൂടെ ഈ ലക്കും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മേ ബി അങ്ങനെ ആയിരിക്കാം. ഈ ഒരു കൺഫ്യൂഷൻ മൈൻഡ് ഇല്ലാതെ ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചൂസ് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് കൊടുത്ത് അതിൽ തന്നെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കും. ഓക്കെ, ഈ 2-3 കുറേ പല കാര്യങ്ങൾ നിങ്ങൾ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഓക്കെ, ഒന്നിലേക്ക് ഫോക്കസ് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ ശരിക്കും നിങ്ങൾക്ക് എന്താണ് പ്രയോറിറ്റി, നിങ്ങളുടെ സന്തോഷം ഏതിലാണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങളുടെ നല്ലത് എന്താണ് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി
ചെയ്യാം. ഓക്കെ, അതിവിടെ വളരെ പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്നത്. എന്തായാലും ചെറിയ കൺഫ്യൂഷൻസ് പലതും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവും. ഓക്കെ, കൺഫ്യൂഷനൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒന്നിൽ മാത്രം ഫോക്കസ് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, എന്തായാലും വളരെ നല്ല കാർഡാണ് കേട്ടോ. അല്ല, ഇതിൽ നെഗറ്റീവ് ഒന്നും ഇല്ല ഇവിടെ. ഈ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഷോ മൈ ഗാഡ്. ഓക്കെ, പറയാം. മൈ ഗുഡ്നസ്. യൂണിവേഴ്സ് നമുക്ക് ഇത് രണ്ടും ഒരേ, ആക്ച്വലി ജസ്റ്റ് മീനിങ് വേറെയാണ്. രണ്ടും അമത്തിസ്റ്റ് ആണ്. 3 കാർഡ് അമത്തിസ്റ്റ്. ഓ മൈ ഗാഡ്. ഓക്കെ, അമത്തിസ്റ്റ് വളരെ സ്ട്രോങ്. ഇതും ആമസോൺ ആയിട്ടായിരുന്നു. സോ ഇത് 2 ക്രിസ്റ്റൽസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരേ കാർഡ്സ് ലൈക്ക് ഷഫിൾ ചെയ്താണ്. ഞാൻ ഇതൊക്കെ ഷഫിൾ ചെയ്ത് എപ്പോഴോ വെച്ച കാർഡ്സ് തന്നെയാണ്. എനിവേ റിപ്പീറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ഹൈ ടൈം യു ഡിസൈഡ്, അതർവൈസ് യു വിൽ കീപ് ഫീലിംഗ് സ്റ്റക്ക്. You feel this energy because you are not doing anything about it. Think deeply and you would know how to pull yourself out of this situation. Okay, ഈ 2 കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞു ജഗ്ലിംഗ്, 2 കാര്യങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ആ മൈൻഡ് കൺഫ്യൂഷൻ നിങ്ങളൊന്ന് മാറ്റാനുള്ള സമയമായി എന്നാണ് പറഞ്ഞത്. അതാണ് ജഡ്ജ്മെന്റ് കാർഡ് പറഞ്ഞത്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ എന്താ നല്ലത്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആ ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണമെങ്കിൽ, ഓക്കെ, ഇത് നമ്മളിവിടെ കാണുമ്പോൾ നോക്കൂ, ഇതൊരു വീലാണ് അല്ലെ. ആ വീൽ ഇങ്ങനെ വെറുതെ അതിൽ നിന്ന് വിട്ടു പോകുന്ന പോലെയാണ്. മതി, ആ ഒരു ഇങ്ങനെ കിടന്നിങ്ങനെ തിരിഞ്ഞത് മതി എന്നാ പറയുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് തീരുമാനം എടുക്കൂ, ഉറച്ച തീരുമാനം എടുക്കൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് മനസ്സിലാക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കൺഫ്യൂഷൻസ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനിവിടെ ആമസോണൈറ്റ് എന്ന സ്റ്റോൺ ക്രിസ്റ്റൽ നിങ്ങൾ ധരിച്ച എനിവേ ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പോസിബിൾ അല്ല. പക്ഷെ ഇതൊക്കെ പറ്റിയാൽ വാങ്ങി വെച്ചോളൂ. എവിടെയും കിട്ടുകയാണെങ്കിൽ സം പാറ്റേൺസ് ആർ റിപ്പീറ്റിംഗ്. ഇറ്റ്സ് ഓൺലി യു ഹു ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ബ്രേക്ക് ഫ്രീ ഫ്രം ഇറ്റ്. ഇത് ബ്രേക്ക് ഫ്രീ അല്ലേ, നിങ്ങളുടെ പാറ്റേൺസ് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഒരേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ അബദ്ധങ്ങൾ, ഒരേ മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യാനുള്ള സമയമായി എന്നാണ്. ഇതും അഗെയിൻ അമത്തിസ്റ്റ് 3 കാർഡാണ് വന്നത്. സോ അമത്തിസ്റ്റ് ആൻഡ് ആമസോണൈറ്റ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ്റിയാൽ എവിടെയും കിട്ടുകയാണെങ്കിൽ ടു ബ്രേക്ക് ഫ്രീ ഫ്രം പാറ്റേൺസ് ആൻഡ് ടു ലീവ് ടോക്സിക് അസൈഡ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്തത് നിങ്ങൾ വിട്ട് കളയാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് 3 ഒരേ അമത്തിസ്റ്റ് തന്നെയാണ്. സോ ഇതിന് 3ന്റെ മെസ്സേജ് ഞാൻ വായിക്കാം. ലൈഫ് ഹാസ് മോർ ടു ഓഫർ ടു യു, വെയിറ്റ് ഫോർ ഇറ്റ്, സംതിങ് ഇസ് ബീങ് പ്ലാൻഡ്. ഓക്കെ, ബിഹൈൻഡ് ദ സീൻസ്. അഗെയിൻ വിധിയുടെ കാര്യം പറയും നമ്മളിവിടെ. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ വിധി എന്ന് പറയും. സോ എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ആദ്യം നിങ്ങൾ പുറത്ത് വരണം. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഉറപ്പിച്ച് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് യു കീപ്സ് ഫോക്കസ്ഡ്. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് ആക്ച്വലി ഏസ് സോർട്സ് ഫോക്കസ് കൊടുക്കാനാണ് പറയുക. നമ്മൾ കോൺഫിഡൻസോടെ ഓക്കെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ദ വേ യു ആർ ഫീലിംഗ് റൈറ്റ് നൗ ഇസ് ടെമ്പററി, ഇസ് ജസ്റ്റ് എ ഡേ ആൻഡ് തിങ്സ് വിൽ ചേഞ്ച്. ഓക്കെ, ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് യു ക്യാൻ ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം എന്താ, കാര്യങ്ങൾ മാറി വരും. ഓക്കെ, സമയം മാറി വരും, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും, ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും എന്നാണ് പറയുന്നത്. ബട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഫോക്കസ് വെച്ച് നിങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ബാക്കി യൂണിവേഴ്സ് ചെയ്യട്ടെ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില ആക്ഷൻ എടുക്കാനുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ. ടു നോ വാട്ട് ഇസ് റൈറ്റ് ഫോർ യു. ഞാനതാ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ നല്ലത് അത് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്താണ്, നിങ്ങളുടെ ലൈഫിനെ ഒരു മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്കറിയാം. സോ അത് മനസ്സിലാക്കി ആക്ഷൻ എടുക്കും. യു കാൺട്ട് അട്രാക്ട് അബൻഡൻസ് ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ നെഗറ്റിവിറ്റി. യു വിൽ ഹാവ് ടു കോൺഷ്യസ്ലി ടേക്ക് എ സ്റ്റെപ്പ് ടു എലിമിനേറ്റ് ദ നെഗറ്റിവിറ്റി ഫ്രം യുവർ ലൈഫ് സോ ദാറ്റ് യു ക്യാൻ മൂവ് ക്ലോസർ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില നെഗറ്റീവ് എന്തൊക്കെയുണ്ട്, ഓക്കെ, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾ മൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ വെട്ടിമാറ്റണം എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെ മനസ്സിലെ പേടികളായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാലും പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. സോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. മേ ബി ചില നെഗറ്റീവ് ചിന്ത പറയുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം. നെഗറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാം, വേറെ വ്യക്തികളായിരിക്കാം, വേറെ സാഹചര്യങ്ങളായിരിക്കാം. സോ അതിനെല്ലാം നിങ്ങൾ എടുത്ത് മാറ്റാനുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അമത്തിസ്റ്റും ആമസോണൈറ്റും നിങ്ങൾക്ക് പറ്റിയാൽ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് അന്വേഷിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, നല്ലതായിരിക്കും നിങ്ങൾക്ക് എന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും. എന്തായാലും വളരെ നല്ല ദിവസം തന്നെയാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കാൻ മാത്രമുണ്ട്, അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതുകൂടി ഒന്ന് ചെയ്താൽ വളരെ നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്കെല്ലാം വരും. ഓക്കെ, എനിവേ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.